രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ബ്ലാങ്കറ്റും കൈ പിടിച്ചാട്ടോ റൂമിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയത്. അല്ലെങ്കിൽ എന്നും മറന്നു പോകുമ്പോൾ ഇന്നും വാഷിംഗ് മെഷീനിൽ അലക്കിയെടുക്കാനും മറക്കും. അങ്ങനെ ബ്ലാങ്കറ്റ് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി അലക്കാനിട്ട് എന്നിട്ട് പോയി പല്ലൊക്കെ തെച്ച് ഫ്രഷ് ആയി വന്നു നോക്കണേരം രാവിലത്തെ ചായക്ക് കടി ഉണ്ടാക്കാനൊന്നുമില്ല. അങ്ങനെ വേഗം നമ്മൾ സാധനം വാങ്ങുന്ന കടയിലേക്ക് പോയി 2 നേന്ത്രപ്പഴവും വാങ്ങി. ഉച്ചക്ക് കറി ഉണ്ടാക്കാൻ സവാള തീർന്നിക്കണ്. അതിട്ടാൽ 1 കിലോ വാങ്ങി തിരിച്ച് റൂമിലേക്ക് വന്ന് നല്ലവണ്ണം പഴുത്ത നേന്ത്രപ്പഴാട്ടോ. അതിന്റെ തോല് പോക്കിയിട്ട് റൗണ്ടിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് ഫ്രൈ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് പഴട്ട് 2 ഭാഗം വേവിച്ചെടുത്ത് എന്നിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയിട്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി വേവിച്ചെടുത്തപ്പോൾ തേങ്ങയിൽ പഴം വാട്ടിയത് അടിപൊളി വന്നിട്ടുണ്ടോ. എന്നിട്ട് വേഗം കുറച്ച് പാൽച്ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിലേക്ക് വെച്ച് പഴം വാട്ടിയത് പ്ലേറ്റിലേക്ക് ഇട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടോ. സംഭവം അടിപൊളി. ഉച്ചക്ക് കഴിക്കാൻ ചിക്കൻ കുറുമയും നെയ്ച്ചോറും ആട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, 2 സവാളയും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പം പട്ട, കറാമ്പൂവ്, ഇലകളൊക്കെ ഇട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകി വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാലിന്റെ 2ാം പാൽ അതിലേക്ക് വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവിടെ മൂടി വെച്ച് ഇനി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. കറി വെന്ത് വരുമ്പോഴേക്കും കുക്കറിൽ വേഗം കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കി. ജീരകശാലന്റെ അരി ഉപയോഗിച്ച് മാത്രം കേട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കല്. അത് കഴിക്കാൻ പ്രത്യേക രുചി തന്നെ കേട്ടോ. കറി വെന്ത് വന്നപ്പം അതിൽ നിന്ന് ഒരു 5-6 ഉരുളക്കിഴങ്ങിന്റെ കഷ്ണം പ്ലേറ്റിലേക്ക് ഇട്ട് എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് അത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ച് കറിയിലേക്ക് ഒഴിച്ച്. ഇങ്ങനെ ചെയ്താൽ കറിക്ക് ടേസ്റ്റ് കൂടുട്ടോ. എന്നിട്ട് തേങ്ങാപ്പാലിന്റെ 1-ാം പാലും ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് മല്ലിച്ചപ്പൂ ഇട്ടപ്പം ചിക്കൻ കുറുമ സെറ്റ് ആയിട്ടോ. ബാങ്ക് കൊടുക്കാനായിക്കിന് വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി പള്ളിയിൽ പോയി ജുമയൊക്കെ നിസ്കരിച്ച് തിരിച്ച് റൂമിലെത്തി. വാഷിംഗ് മെഷീനിൽ ബ്ലാങ്കറ്റ് എടുത്ത് ബക്കറ്റിലാക്കിയിട്ട് ഫ്ലാറ്റിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാനിട്ട് 1 മണിക്കൂർ മതിട്ടോ. ഇത് ഇവിടുന്ന് ഉണങ്ങി വരാൻ അത്രക്കും ചൂടാണ്. എന്നിട്ട് കിച്ചണിലേക്ക് വന്ന് ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊന്നും കഴുകി വെച്ചില്ലായിരുന്നു. പള്ളിയിൽ പോകാൻ സമയം വൈകിയത് കൊണ്ട് അങ്ങനെ പാത്രങ്ങൾ എടുത്ത് ഓരോന്നോരോന്നായിട്ട് കഴുകി വെച്ച് തട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്ത് കറിന്റെ മൂടി തുറന്നപ്പോ തന്നെ നല്ലൊരു സ്മെല്ല് കയറിയിട്ടുണ്ടോ. എന്നിട്ട് നെയ്ച്ചോറും കറിയൊക്കെ മേശമ കൊണ്ടുപോയി വെച്ച് പ്ലേറ്റിലേക്ക് നെയ്ച്ചോറും ഇട്ട് കറിയും ഒഴിച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടോ. അടിപൊളി കുറുമ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മുടി വെട്ടണമെന്ന് എത്രയോ ദിവസമായി വിചാരിക്കുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ബാർബർ ഷോപ്പിലേക്ക് പോവാട്ടോ. അവിടെ എത്തി നമ്മൾ സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്ന ആളെ തീർന്ന് മുടിയും താടിയൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുത്ത് എന്നിട്ട് തിരിച്ച് റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേന് അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ടോ. അങ്ങനെ അസർ നിസ്കാരവും കഴിഞ്ഞിട്ടോ. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.